السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام الكلة. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നാം എല്ലാവരും അധ്വാനിക്കുന്നവരാണ്, ജോലി ചെയ്യേണ്ടവരാണ്, ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാരെയും മക്കളെയും ബാപ്പിയെയും ഉമ്മയെയും സഹോദരിമാർ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവർ ചെലവ് കൊടുക്കുന്ന ആളുകളുണ്ടാകുമ്പോൾ അവർ അധ്വാനിക്കുകയും വേണം. അധ്വാനിച്ചുകൊണ്ടാണ് വീട്ടിലുള്ള എല്ലാവരെയും നോക്കേണ്ടത്. കൂലിക്ക് പോകണം, അങ്ങാടിയിൽ പോകണം, എവിടെയായിരുന്നാലും അവർക്ക് പറ്റിയ ജോലികൾ ചെയ്യൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ജോലി ചെയ്തുകൊണ്ട് കിട്ടുന്ന കാശ് കൊണ്ട് നിന്റെ കുടുംബത്തെയും മറ്റുള്ള എല്ലാം പോറ്റിൽ അവരെ നോക്കൽ അത് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. സ്വന്തം ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യമാരെ നോക്കണം, മക്കളെ നോക്കണം, അതവൻ്റെ കടമയാണ്. ആരാണോ നോക്കേണ്ടവർ അവർ നോക്കുക തന്നെ വേണം. ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം പരിശുദ്ധ ദീനിൽ ഇസ്ലാം വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആകിയാൽ സ്വന്തം നമ്മുടെ കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാകുന്ന ആ വേർപ്പ് കൊണ്ട്, അധ്വാനം കൊണ്ട് ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് നാം ഇവിടെ പോറ്റുന്നതും ഉണ്ടാക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. വെറുതെ ഇരുന്നിടത്തേക്ക് തന്നെ എല്ലാം വരണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാതിരിക്കാനല്ല, അവർക്കൊന്നും ഏറ്റവും മഹത്തമായ കൂലി കിട്ടാൻ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ മഹത്വമുള്ളത് അധ്വാനിക്കുന്നവർക്കാണ്. സ്വന്തം കൈ കൊണ്ട് അവരധ്വാനമാണ്. രാവിലെ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ആളുകളുണ്ടാകും. അവർക്ക് വലിയ മഹത്വം അല്ലാഹു തആല കൊടുക്കും. അവിടെ അവർക്ക് വലിയ പദവികളുണ്ട്. കാരണം ഒരുപാട് പ്രവാചകന്മാരൊക്കെയും അവരധ്വാനിച്ചുകൊണ്ടാണ് ജീവിച്ചിട്ടുള്ളത്. അധ്വാനമില്ലാതെ, തൊഴിലെടുക്കാതെ ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ തൊഴിലൊന്നുമില്ലാതെ വെറുതെ ഇരുന്നു കൊണ്ടെല്ലാം കിട്ടണമെന്ന് പറയുന്നത് അവനിക്ക് കൂലി കിട്ടാൻ പോകുന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹീഹ് ബുഖാരിയിൽ പറയുന്നു, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാണെന്നറിയുമോ? സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നവൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് ബുഖാരി രേഖപ്പെടുത്തുകയാണ്, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈഹി വഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദൈഹി. ബുഖാരിയിൽ കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യൂട്യൂബിൽ കാണുന്ന ആളുകൾ, നിങ്ങൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാകും. നിങ്ങൾ കുറച്ച് മാത്രം നോക്കിയിട്ട് പിന്നെ വിടല്ല. ആകെ 2-3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന ഈ യൂട്യൂബിലൂടെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ, നല്ല നല്ല ഇൽമുകൾ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഫുള്ളായി കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളുടെ കുടുംബക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വയം തൊഴിലെടുത്ത് സമ്പാദിച്ച് കിട്ടുന്ന കാശ് കൊണ്ട്, അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഖൈറായ ഭക്ഷണം വേറെ കഴിക്കുന്നവർ ഇല്ല എന്ന് പറഞ്ഞാൽ, സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട്, അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് അവൻ ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും ഖൈറായ ഭക്ഷണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കാരണം ഇന്ന നബി അല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി, മാനവൽ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് മാനവൽ ജീവിതം ഇവിടെ നയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സക്കറിയ അലൈഹിസ്സലാത്തു വസ്സലാം ആസാരി പണിയെടുത്തവരുണ്ട്, കൂലി പണിയെടുത്തവരുണ്ട്, നബിമാരൊക്കെ ആടിനെ മേയിച്ചവരുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാത്ത വെറുതെ ഇരുന്നു കൊണ്ടല്ല കാക്ഷി അവർ ഭക്ഷണം കഴിക്കുന്നത്. അധ്വാനമാണ് അവിടെ ഏറ്റവും വലിയ അധ്വാനം. അതുകൊണ്ടല്ലേ ഒരുപാട് യുവാക്കൾ പ്രവാസികളായി പോകുന്നത് കൊണ്ടാണ്, അവരെ വീട്ടിലുള്ള മക്കളെയും ഭാര്യയെയും ഉമ്മയെയും നോക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോയി അവിടെ പോയി വെറുതെ ഇരിക്കുകയല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരോ ഉമ്മമാരോ ചിന്തിച്ചു പോകണ്ട, എൻ്റെ മക്കൾ ഗൾഫിലുണ്ട്, നല്ല പൈസ കൊണ്ടുവരുമെന്ന് പറയണ്ട. നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം അവർ രാവിലെ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി നട്ടാപ്പാതിര വരെ അവരധ്വാനത്തിലാണ്. അവരിങ്ങനെ വേർപ്പിലൂടെ അധ്വാനിച്ചു കൊണ്ട് കിട്ടുന്ന കാശ്
കാശിയാണ് നിങ്ങളിലേക്ക് അയക്കുന്നത്. ആ കാശ് കൊണ്ട് നിങ്ങൾ ചെലവഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, അധ്വാനിച്ച പൈസയാണ്, അത് എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. അധ്വാനിക്കുന്ന പൈസ കൊണ്ട് നാം ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കുന്ന ഭക്ഷണം കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ഹൈറായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിക്കുമ്പോൾ ധൂർത്തടിക്കാതെ കഴിക്കാൻ വേണ്ടി നോക്കണം. അതുകൊണ്ട് കൂലിപ്പണിക്ക് ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ പറ്റിക്കുന്നവരുണ്ടാകും. 500 രൂപയ്ക്ക് വേണ്ടി ഒരാളെ വിളിച്ചിട്ടുണ്ടാകാം, അയാൾ നന്നായി അധ്വാനിക്കുന്നുണ്ടാകും. പക്ഷേ അവർക്ക് തിരിച്ചു പോകുമ്പോൾ 300 രൂപ കൊടുക്കുന്ന ആളുകളുണ്ട്. അവിടെ ശരിയായിട്ടില്ല, ഇവിടെ ശരിയായിട്ടെന്ന് പറ്റിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ അല്ലാഹു തആല വെറുതെ വിടുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ അബ്ദുല്ലാഹി ഉമർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅതുൽ അജീറ അജ്റഹു ഖബ്ല യജിഫ അർഖഹു. നിങ്ങൾ ഒരാളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വേർപ്പ് പറ്റുന്നതിന് മുമ്പ് നിങ്ങൾ തൊഴിലാളികൾക്ക് നിങ്ങൾ അവിടെ വേതനം, അവരുടെ കൂലികൾ നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ക്ഷണിക്കുമ്പോൾ, ഇവിടെ അധ്വാനിക്കുമ്പോൾ കൂലിക്ക് വേണ്ടി ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാശ് കൊടുക്കാണ്ട് ഇന്ന് കാശ് തരില്ല, നിങ്ങൾ പണിയെടുത്ത് ശരിയായിട്ടില്ല, അങ്ങോട്ട് പോ എന്നൊന്നും പറഞ്ഞുകൂടാ. അവർക്ക് എത്രയാണോ നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ആദ്യം തന്നെ ആ പൈസ അവർക്ക് കൊടുക്കുക തന്നെ വേണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഅതുൽ അജീറ അജ്റഹു ഖബ്ല യജിഫ അർഖഹു. വേർപ്പ് പറ്റുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വിളിച്ച ആളുകൾക്ക് നിങ്ങൾ വേതനം കൂലി കൊടുത്തോളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരെയും പറ്റിച്ചാൽ, നിങ്ങൾ അങ്ങനെ പറ്റിച്ച് പൈസ കൊടുക്കാണ്ട് കൂലിക്ക് വിളിച്ച് കൊടുക്കാതിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യദിനത്തിൽ അവരവിടെ പ്രതിയായിരിക്കും, അവരവിടെ നിന്ന് ചോദ്യം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇന്നത്തെ വിഷയം പ്രധാനമായി ഇന്നത്തെ വിഷയത്തിലൂടെ പറഞ്ഞ് നമ്മുടെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും ഹൈറായ ഭക്ഷണം. അതുകൊണ്ട് എല്ലാവരും അധ്വാനിക്കണം, കൂലിപ്പണിക്കെടുക്കണം. അവർക്ക് എന്തെല്ലാം ജോലി, ഇപ്പോൾ പള്ളിപ്പണി എടുക്കുന്നെങ്കിൽ അത് കൂലിപ്പണി തന്നെയല്ല. പള്ളിപ്പണിയായാലും മദ്രസ എടുക്കലായാലും ഏത് ജോലിയായിരുന്നാലും അതൊക്കെയും അധ്വാനം തന്നെയാണ്. അല്ലാണ്ട് മുണ്ടാത്തിരുന്നിട്ട് കിട്ടണോ എന്നല്ല. അവരവർക്ക് എന്താണോ അധ്വാനം ഉള്ളത് ആ അധ്വാനം നയിച്ചുകൊണ്ട് അവർ ജീവിക്കണം. അതുകൊണ്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും ഹൈറായ ഭക്ഷണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആ നിലക്കാവണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസിൽ പൊരുത്തപ്പെട്ട പൈസക്ക് തീരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഉംറയ്ക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഇന്ന് തന്നെ ധാരാളം ഉംറയ്ക്ക് പോകുന്ന വീട്ടിലേക്ക് പോയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത്. അള്ളാഹു എവിടേക്കൊക്കെ മഖ്ബൂലായ ഉംറ ചെയ്തുകൊണ്ട് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉംറയ്ക്ക് ഒരുപാട് ആളുകൾ പോകുന്നവരുണ്ട്. അള്ളാഹു അവിടേക്കൊക്കെ നല്ല മഖ്ബൂലായ ഉംറ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് സിയാറത്ത് ചെയ്തുകൊണ്ട് വരാൻ, ഹജ്ജ് ഉംറയൊക്കെ ചെയ്തു വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ഹജ്ജിനിക്കെല്ലാം പോകുന്നവരുണ്ടാകും. അടുത്ത വർഷം അള്ളാഹുക്ക് ഹജ്ജ് ഉംറ ചെയ്തുകൊണ്ട് വരാൻ അള്ളാഹുക്ക് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് പൊരുത്തപ്പെട്ട മൈസായി കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി